ദൈവത്തിന്റെ മഹത്വം प्रभु की नाम की स्तुति हो। കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം. पवित्र यीशु मसीह के नाम से आप सबको सलाम। സ്വർഗരാജ്യവും മാതാപിതാക്കളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില മിനിറ്റുകൾ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. स्वर्गराज और माता पिता इस विषय में कुछ समय हम आपके सामने वचन के द्वारा बांटना चाहते हैं। വേദപുസ്തകത്തിൽ കുടുംബത്തിന് അതിയായ പ്രാധാന്യമുണ്ട്. हमारे पवित्र बाइबल में एक फैमिली या फिर परिवार को बड़ा ही स्थान दिया गया है। സമൂഹത്തിന്റെ ഏറ്റവും അതേ അടിത്തറ ആയിരിക്കുന്നത് കുടുംബമെന്ന മഹൽ സ്ഥാപനമാണ്. हमारे समूह में अगर हम देखें तो परिवार उसका महत्व बहुत बड़ा है। ആ കുടുംബം പണിയപ്പെടേണ്ടത് ദൈവത്തിന്റെ വചനത്തിലുമാണ്. एक परिवार कैसा बनना है उसके पीछे वचन का बहुत बड़ा हिस्सा है। അതിനെ ദൈവം ഉപയോഗിക്കുന്നത് മാതാപിതാക്കളെയാണ്. एक परिवार के पीछे उसका बनावट के पीछे माता पिता का बहुत बड़ा हिस्सा है। തലമുറകളുടെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് മാതാവും പിതാവുമാണ്. हमारे संतति को परमेश्वर के राज्य अथवा स्वर्ग के राज्य में प्रवेश कराने के पीछे एक माता पिता का हिस्सा है, वो बहुत बड़ा है। ഈ ചിന്തയുമായി ബന്ധപ്പെട്ട് കർത്താവ് വെളിപ്പെടുത്തിയ ഒരു തിരുവചന ഭാഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. इसके लिए पवित्र बाइबल में जो वचन है वो हम आपके सामने में बांटना चाहते हैं। നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. हमें ये वचन मालूम है, मत्ती 20वां अध्याय उसका 20वां वचन। സെബദി പുത്രന്മാരുടെ അമ്മയെ കുറിച്ചാണ് ആ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. उस वचन में सब्दी के पुत्रों की माता के बारे में लिखा हुआ है। സെബദി മക്കളെയും ആ കുടുംബത്തെയും കുറിച്ച് വേദപുസ്തകത്തിൽ ശ്രദ്ധേയമായ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. सबदी उनके बच्चों के बारे में बहुत अच्छे से इस अध्याय में हमें देखने को मिलता है। മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ സെബദിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. मरकुस 1 उसके 19 से हम देखें तो सेबदी के बारे में वहाँ पे लिखा हुआ है। സെബദിയുടെ മകനായ യാക്കോബും യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. वहाँ पे हमें देखने को मिलता है कि सेबदी के पुत्र सेबदी के साथ मछली पकड़ने वाले जाल का काम करते हुए वहाँ पे हमको देखने को मिलता है। യേശു അവരെ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. वहाँ उस अध्याय में हमें देखने को मिलता है यीशु उन्हें बुलाता है। തന്റെ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടി വിട്ടേച്ച് യോഹന്നാനും യാക്കോബും യേശുവിനെ അനുഗമിച്ചു. वहाँ पे हमें देखने को मिलता है कि पिता सेबदी अपने पुत्रों को उस काम से अलग करके मजदूरों से वो काम को देकर अपने बच्चों को यीशु के पीछे निकलने के लिए सहमति देता है। ഒരു പിതാവിനെ സംബന്ധിച്ച് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സന്ദർഭമാണിത്. यहाँ पे हमें देखने को मिलता है कि एक पिता का जो डिसीजन, एक पिता का जो निर्णय लेने का समय है, वो वहाँ पे बहुत ही अच्छे से वहाँ पे दिखाई दे रहा है। തന്നോടുകൂടി പടകിലെ ജോലികളിൽ വളരെ ശ്രദ്ധയോടെ സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തന്റെ 2 മക്കൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു സന്ദർഭം. यहाँ पे हमें देखने को मिलता है कि पुत्रों की सहायता से ज्यादा यीशु के पीछे अपने बच्चों को देकर मजदूरों से काम निकालने का देखने के लिए यहाँ पे एक पिता का एक रोल हमें देखने को मिलता है। ഒരു പിതാവെന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ എപ്രകാരമാണ് സെബദി കൈകാര്യം ചെയ്തതെന്ന് നാം ശ്രദ്ധിച്ചിരിക്കണം. इस अवस्था में एक पिता का जो निर्णायक डिसीजन हमें यहाँ देखने को मिलता है। സാമ്പത്തികമായി തനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകാം. यहाँ पे हमें मालूम होता है कि अगर वो बच्चों की सहायता
के वजह से मजदूरों से एक काम लेगा तो वहाँ पे उन्हें नष्ट होगा, लाभ बिल्कुल नहीं हो सकता है। തന്റെ ഈ തൊഴിലിൽ തന്നോടൊപ്പം സഹായിക്കുവാൻ രണ്ട് ആൺമക്കൾ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷ ആ പിതാവിനുണ്ടായിട്ടുണ്ട്. अगर हम देखें एक पिता 2 पुत्र है तो उनसे ज्यादा काम करवा सकते हैं, ऐसा एक पिता को सोच सकते था. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. लेकिन यहाँ हमें देखने को मिलता है कि वैसा ना सोच के उसके बिल्कुल ऑपोजिट या फिर उसके बिल्कुल उल्टा वो पिता सोच रहा है. പക്ഷേ ലോകത്തിന്റെ രക്ഷകനായ യേശു അവരെ വിളിക്കുമ്പോൾ ആ വിളിയോട് പ്രതികരിക്കുവാൻ ഈ പിതാവ് തയ്യാറായി. यहाँ हमें देखने को मिलता है कि जब प्रभु की जो बुलावट है वो जब होता है तो वो पिता पूरी तरह से अपने बच्चों को वो बुलावट के लिए सौंपने के लिए तैयार हो रहा है. തനിക്ക് ഭൗതികമായ എന്ത് നഷ്ടമുണ്ടായാലും കുഴപ്പമില്ല, ദൈവ വിളിക്ക് താൻ തടസ്സം നിൽക്കുവാൻ തയ്യാറായി. यहाँ हमें देखने को मिलता है कि वो पिता ये बुलावट के बिल्कुल विपरीत नहीं बैठ रहा है, वो इस बुलावट के लिए बिल्कुल अपने बच्चों को सौंपने के लिए तैयार हो रहा है. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നാം തിരിച്ചറിയണം. हमारे संतति के बारे में प्रभु का क्या उद्देश्य है वो हम हर एक माता पिता को अच्छी तरह से मालूम होना चाहिए. നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് നഷ്ടമായെന്ന് വരും. हमारी इच्छा, हमारी जो बच्चों के बारे में, उनके भविष्य के बारे में जो हम सोचते हैं वो शायद नष्ट हो सकता है. പക്ഷെ ദൈവിക താല്പര്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുവാൻ സബദിക്ക് കഴിയും. लेकिन यीशु की बुलावट या यीशु के वो जो प्रॉमिस है उसके लिए सबिदी अपने संतति को देने के लिए पूरी तरह से समर्पित होते हुए हमको यहाँ देखने को मिलता है. കേവലം കൂലിക്കാരോടുകൂടെ തന്നെ വിട്ടേച്ച് ആ മക്കൾ പോകുകയാണ്. वहाँ हमें देखने को मिलता है कि उनके पुत्र अपने पिता को मजदूरों के साथ छोड़कर यीशु के पीछे निकल पड़ा. കർത്താവിന്റെ വിളിക്ക് അത്രത്തോളം പ്രാധാന്യം ആ പിതാവ് കൊടുത്തു. वहाँ हम देखने को मिलता है कि यीशु की बुलावट या प्रभु की जो बुलावट है उसके लिए ज्यादा महत्व वो पिता दे रहा है. ദൈവ വിളിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം ഓരോ പിതാവും മാതാവും. यीशु की बुलावट को महत्व देने वाले या फिर पहला स्थान देने वाले होना चाहिए हर एक माता पिता. ഇവിടെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ൽ നമ്മൾ വായിച്ചത് സബദി പുത്രന്മാരുടെ അമ്മ ശലോമേ എന്ന് പല നിലയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാതാവിന്റെ കടപ്പാടാണ് അവിടെ നമുക്ക് കാണാൻ. यहाँ मत्ती की सुसमाचार में उसके 20वां अध्याय 20वां पद में हमें या वचन पे देख सकते हैं जब जब्दी के पुत्रों की माता ने अपने पुत्रों के साथ उसके पास आने का ये जो माता का नाम हमें देखने को मिलता है शलोमी. അന്ന് എന്നുള്ള പദത്തോടു കൂടിയാണ് 20-ാം വാക്യം ആരംഭിക്കുന്നത്. अगर हम ये वचन की शुरुआत देखते हैं तो जब ऐसा वो वचन शुरू हो रहा है, ആ ദിവസം വളരെ ശ്രദ്ധേയമാണ്. जब वो दिन वो बहुत ही एक इम्पोर्टेंस देने वाला एक वाक्य है. സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഒരു വാർത്ത കേട്ട സുദിനമായിരുന്നില്ല ഈ മാതാവിന്റെ ദിവസം, അന്നത്തെ ദിവസം. वो जो दिन था वो एक खुशी का या फिर उमड़ने का एक सुसमाचार या फिर समाचार सुनने का दिन नहीं था माता के लिए. 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ശിഷ്യന്മാരുമായി യെരുശലേമിലേക്ക് പോകുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ്. अगर हम उस 20वां अध्याय के 17 से देखें तो वहाँ हमें देखने को मिलता है कि यीशु यरूशलेम को जाते हुए हमें देखने को मिलता है. യേശു ശിഷ്യന്മാരെ വേറിട്ട് കൊണ്ടുപോയി വഴിയിൽ വെച്ച് അവരോട് സ്വകാര്യമായി സംസാരിക്കുന്നു. वहाँ हमें देखने को मिलता है यीशु यरूशलेम को जाते हुए 12 चेलों को एकांत में ले गया, ये हमें वहाँ देखने को मिलता है. യേശു അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടപ്പാടിനെ കുറിച്ച്, ആ വേദനയെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുകയാണ്. वहाँ पे हमें यीशु मसीह के जो कष्ट अनुभव है उसके बारे में वहाँ हमें देखने को मिलता है. താൻ പരിഹസിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും
അതേ തുടർന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന സംഗതികൾ അവിടെ പറയുന്നു. वहाँ पे हमें देखने को मिलता है अन्य जातियों के हाथों में सौंपने जाने का, ठट्टे उड़ाने का, कोड़े मारने का, क्रूस पर चढ़ाए जाने का और तीसरे दिन जी उठने के बारे में वहाँ हमें नीचे के वचन में देखने को मिलता है. എന്നാൽ ഈ വിവരം, ഈ വസ്തുത ഈ മാതാവ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ये सारी परिस्थिति वो माता को समझ में आ रहा था. കഴിഞ്ഞ 3.5 വർഷം തന്റെ 2 മക്കളും യേശുവിനോട് കൂടെ യാത്ര ചെയ്യുകയാണ്. पिछले 3.5 साल ये माता के बच्चे शिष्य होकर प्रभु के पीछे चल रहे थे. ആ ഗുരുവായ യേശുവിന് സംഭവിക്കുവാൻ പോകുന്ന ഈ സാഹചര്യങ്ങൾ ഈ മാതാവ് നന്നായി മനസ്സിലാക്കി. उनके गुरु, उनके यीशु के ये सारे अनुभव वो माता को अच्छे तरह से मालूम हो रहा था. അപ്പോഴും ഈ ലോകത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു ചിന്തയല്ല ഈ മാതാവിനുണ്ടായത്. अगर हम इस माता की अवस्था देखें तो भविष्य में मेरे बच्चों को एक अच्छा भविष्य, वैसा चिंता नहीं होकर कैसा चिंता था वो हमें आगे देखने को मिलता है. ആ അമ്മ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന കാര്യം ദൈവരാജ്യത്തിൽ അതേ തന്റെ കുഞ്ഞുങ്ങൾക്കുള്ള അതേ പദവിയെ കുറിച്ചാണ്. यहाँ पे हमें देखने को मिलता है कि ये माता अपने बच्चों को स्वर्ग के राज्य में कैसे लेकर जा सकते हैं, उसके बारे में वो कितनी बेफिक्र है वो हमें देखने को मिलता है. 20-ാം വാക്യത്തിൽ ആ മാതാവ് ചെയ്യുന്ന 3 പ്രധാന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. अगर हम 20वां वचन पढ़े तो वहाँ पे हमें 3 कार्य वो माता के बारे में वहाँ पे देखने को मिलता है. ഒന്ന്, യേശുവിന്റെ അടുക്കൽ അവൾ വന്നു എന്നുള്ളതാണ്. पहला वहाँ देखने को मिलता है वो यीशु के पास आ रही है. പ്രതികൂലമായ സാഹചര്യങ്ങളാണ് തന്റെ കേൾവിയിൽ ഉണ്ടായതെങ്കിലും ഏത് സാഹചര്യത്തിന്റെ നടുവിലും യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ അവൾ തയ്യാറായി. वहाँ पे अनुकूल वातावरण नहीं वो माता देख रही है, लेकिन फिर भी उसकी इच्छा क्या है कि वो कैसे भी यीशु के पास पहुंच जाए. രണ്ടാമത് അവൾ യേശുവിന്റെ മുമ്പിൽ വന്ന് അവനെ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. दूसरा वहाँ पे हमें देखने को मिलता है कि वो यीशु को प्रणाम करती है. കിങ് ജെയിംസ് വേർഷനില് worship to him, അവനെ ആരാധിച്ചു എന്നുള്ള നിലയിലാ കൊടുത്തിരിക്കുന്നു. अगर हम दूसरे वर्षन में ये वचन को पढ़े तो वहाँ पे आराधना अर्पित करते हुए वहाँ पे हमें उसका अर्थ देखने को मिलता है. മൂന്നാമത് അപേക്ഷിച്ചു എന്ന് വായിക്കുന്നു. और तीसरा वहाँ हमें देखने को मिलता है मांगती है. നാം പലപ്പോഴും നമ്മുടെ അതേ ആവശ്യങ്ങൾ, നമ്മുടെ അപേക്ഷകളാണ് ഒന്നാമതായി നാം ദൈവത്തോട് അറിയിക്കുന്നത്. अगर हम अपनी अवस्था देखें तो हम हमेशा ये देखते हैं कि हम पहले मांगने वाले होने को देखते हैं. പക്ഷെ ഈ മാതാവ് അങ്ങനെയുള്ള लेकिन ये माता ऐसे नहीं थी. ഒന്നാമത് യേശുവിന്റെ അടുക്കൽ वो വന്നു. पहले यीशु के पास आती है. രണ്ടാമത് യേശുവിനെ ആരാധിപ്പാൻ നമസ്കരിപ്പാൻ തയ്യാറായി. दूसरे वहाँ वो प्रणाम करके या फिर आराधना अर्पित करने वाली एक माता. മൂന്നാമതായിട്ടാണ് യേശു അത് യേശുവിനോട് തന്റെ അപേക്ഷ അറിയിപ്പാനിടയാണ്. तीसरा हमें देखने को मिलता है कि ये दोनों करने के बाद वो कुछ मांगने के लिए तैयार हो रही है. പ്രിയമുള്ളവരെ, ഒരു മാതാവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. एक माता के मालूम होने वाले जो चीजें हैं, इस माता से हर एक माता को सीखने वाला पाठ इस माता से हमको मिल रही है. ഒരു മാതാവും പിതാവും ദൈവത്തോട് അടുക്കുന്നവരാണെങ്കിൽ, एक माता या पिता जो यीशु के पास आने वाले हो तो, അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, वो अगर यीशु को आराधना करने वाले हो तो, അവർ ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, वो यीशु से आराधना अर्पित करने वाले और यीशु से सब कुछ मांगने वाले या यीशु की पुकार सुनने वाले हो तो, അവരുടെ തലമുറകളെ കുറിച്ച് അവർക്ക് അത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും മുഖ്യമായി ഉണ്ടാകുക. उनकी संतति के बारे में, इस लोक के भविष्य के बारे में नहीं, बल्कि स्वर्ग के राज्य के बारे में वो ज्यादा चिंतित होते हैं. യേശുവിന്റെ കഷ്ട അനുഭവങ്ങൾക്ക് പങ്കുള്ളവരായി തീരുവാൻ ആ മക്കൾക്ക് കഴിഞ്ഞു. यीशु के कष्ट अनुभव के साथ संग रहने के लिए ये दोनों यूहन्ना और याकूब को ये माता को, वैसे इन बच्चों को पालने के लिए इस माता को बल दिया. യാക്കോബ് അത് ഹേരോദാവ് രാജാവിനാൽ വാൾ കൊണ്ട് കൊല്ലപ്പെട്ടു.
अगर हम याकूब का देखें तो तलवार के तले वो मारा गया था। യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. यूहन्ना के बारे में देखें तो वो पतमोस के वो जो राज्य और धीरज से रहा, इसलिए वो पतमोस के स्थान पर वो अलग से रहने गया। അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. अंत काल के जो दर्शन थे वो यूहन्ना को प्रभु ने दिया। അതെ, യോഹന്നാന്റെ ആ വെളിപ്പാടിൽ യോഹന്നാനോട് കർത്താവ് വ്യക്തമായി അരുളി ചെയ്തു. 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ. अगर हम प्रकाशित तीसरी अध्याय उसके बाद 21-ാം വാക്യം 21वां पद को अगर हम देखें तो वहां पे जो जय कैसे जय पाते हैं उसके बारे में वहां पे हमें देखने को मिलता है। ജയിക്കുന്നവന് എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ അധികാരം കൊടുക്കും. वहां पे ऐसा लिखा है कि जो जीतेगा, क्योंकि वहां पे माता क्या मांगती है, दहिने या बहने बैठने का वो इच्छा प्रकट करती है। तो वहां पे हमें उत्तर प्रकाशित 3:21 में मिलता है कि जो जय पाए उसे 7 सिंहासन पर बैठा जाएगा। ഞാൻ ജയിക്കുകയും പിതാവിന്റെ അടുക്കൽ ഇരിക്കുകയും ചെയ്തതുപോലെ തന്നെ എന്ന് പറയും. जैसे जो जय पाए वो मतलब वहां पे लिखा है कि जो जीतेगा उसको मेरे पास में बैठने के लिए पिता अधिकार देगा। പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ जब आप लोग ये वचन सुन रहे हैं, ദൈവരാജ്യത്തെ കുറിച്ചുള്ള അതിമഹത്തായ ഒരു കാഴ്ചപ്പാട് മാതാവിനും പിതാവിനും ഉണ്ടാകണം. स्वर्ग राज्य के लिए अपने बच्चों को पालने का वो वांछा, वो इच्छा हर एक माता पिता को होना चाहिए। നമ്മുടെ തലമുറകൾ സ്വർഗരാജ്യത്തിൽ വിലയേറിയ മുത്തുകളായി മാറണം. हमारे संतति स्वर्ग राज्य के विशिष्ट मोतियों की तरह चमकने वाले इस लोक के इच्छा के अनुसार नहीं, स्वर्ग के एक एक अच्छे मोतियों की तरह चमकने के लिए हम उन्हें पालने की कोशिश करें। അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് വേണ്ട. यीशु की जो बुलावट है, यीशु की जो पुकार है अपने संतति के बारे में, उसके साथ हम होने के लिए हमें अपने आप को समर्पित करें। ആ സബദി എന്ന പിതാവും ശലോമ എന്ന മാതാവും ആ കുടുംബം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണിച്ച ആ ഉത്തമമായ മാതൃക നമുക്കും പിന്തുടരാം. जो सेबिदी और शलोमी अच्छे माता पिता जो अच्छा एक राह दिखा रहे हैं, कैसे अपने संतति को स्वर्ग के राज्य के लिए तैयार कर रहे हैं, वो राह या फिर वो एग्जाम्पल अपने जीवन में भी हम हर एक माता पिता अपनाएं। അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നാളും തലമുറകളെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല. अगर हम अपने बच्चों को स्वर्ग के राज्य के लिए पाले तो कभी अपने संतति के लिए, हम अपने बच्चों के लिए कभी व्याकुल होने की जरूरत ही नहीं हो सकती है। ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. हम आपके लिए एक थोड़ी देर प्रार्थना करेंगे। പ്രിയ പിതാവേ, ഈ ശബ്ദം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. हे हमारे स्वर्गीय पिता, ये वचन जो लोग सुने हैं उन हर एक लोग के लिए हम प्रार्थना करते हैं। ദൈവ വിളിക്ക് അനുസരണമായി മുന്നേറുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. यीशु की पुकार के लिए, यीशु जो हमारे हम हर एक के लिए जो इच्छा प्रकट करता है, उस इच्छा के अनुसार हम अपने आप को मोल्ड करने के लिए हम आपके हाथों में समर्पित करते हैं। തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ കർത്താവ് ഇപ്പോൾ തന്നെ അവർക്കായി ഒരു അത്ഭുതം അവിടുന്ന് ചെയ്യണമേ. यदि कोई माता पिता अपनी संतति या बच्चों के लिए व्याकुल हो, उनका भविष्य क्या होगा करके व्याकुल हो रहे हैं, उन माता पिता के लिए हम प्रार्थना कर रहे हैं प्रभु जी। ഓരോ കുടുംബങ്ങളും സ്വർഗീയ പദ്ധതിയുടെ കീഴിൽ വരട്ടെ. हर एक परिवार स्वर्गीय पिता के और इच्छा के अनुसार वो अपने आप को मोल्ड करने के लिए हम आपसे विनती करते हैं प्रभु। സ്വർഗീയ സന്തോഷം കുടുംബങ്ങളിൽ നിറയപ്പെടട്ടെ.
वो स्वर्ग का जो संतोष है, वो आनंद है, वो हर एक घर में उमड़ने के हम आपसे विनती करते हैं ദൈവിക पिता। സമാധാനം കുടുംബങ്ങളിൽ ഉണ്ടാകും. हर एक घर में आपकी जो शांति है, जो समाधान है, वो हर एक घर में वो स्प्रेड हो प्रभु जी। അവിടുത്തെ സന്നിധിയോട് അടുക്കുവാൻ അവിടുന്ന് സഹായിക്കണം. आपके पास जितना हो सके उतना निकट होने के लिए हर एक को आप तैयार करो प्रभु जी। അങ്ങേ ആരാധിപ്പാൻ കൃപ ചെയ്യണമേ. आपको प्रमाण करने के लिए, आपको आराधना अर्पित करने के लिए, पूरा शरीर पूरे आत्मा से आपको आराधना करने के लिए, अपने आप को समर्पित करने के लिए प्रभु जी आप बल दे। അങ്ങയോട് അപേക്ഷിപ്പാനും യാചിപ്പാനും കൃപ നൽകണമേ. प्रभु जी इस लोक के इच्छा के लिए नहीं, आपसे अधिक निकट होने के लिए, याचना करने के लिए, आपसे अपेक्षा करने के लिए, मांगने के लिए आप हर एक को तैयार कर प्रभु जी। എല്ലാവരെയും അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. हर एक को आपके सामने में समर्पित करते हैं प्रभु जी। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम से सुनकर ग्रहण कर पिता। ആമേൻ. आमेन। God bless you.